നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. റഫേൽ അഴിമതിയിൽ മോദിയുടെ അനിൽ അംബാനി സ്നേഹവും അതുവഴിയുള്ള വൻ കൊള്ളയും അനുനിമിഷം വെളിവാവുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് ഫ്രാൻസ് അനിൽ അംബാനിയുടെ കമ്പനിക്ക് നൽകിയതിന്റെ സാമ്പത്തിക ഇളവാണ്. റഫേൽ കരാറിലൂടെ അനിൽ അംബാനിക്ക് നേട്ടം കൊയ്യാൻ മോദി കൈയയച്ചത് എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് ഇനിയെങ്കിലും പറയണം, അഥവാ JPC അന്വേഷണത്തിന് തയ്യാറാകണം. പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട തെളിവുകൾ അടക്കം ഉപയോഗിച്ച് സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കുമ്പോൾ ഫ്രാൻസും അംബാനിക്ക് നൽകിയ ഇളവ് പരിശോധിക്കുകയാണ്. ഒപ്പം നോട്ട് നിരോധനത്തിന് പിന്നിലെ പുറത്തെത്തിയ വലിയ അഴിമതിക്ക് പിന്നാലെ മോദിയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് ദുരൂഹത നിറഞ്ഞ 2 പെട്ടികൾ. ദക്ഷിണ കർണാടകയിൽ ഏറ്റവും ഒടുവിൽ കണ്ട ഈ പെട്ടികൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വേദി ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. ഈ തരുണത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ: അംബാനിക്ക് ഫ്രാൻസ് നൽകിയ ഇളവ് റഫേലിന്റെ പേരിൽ ഇന്ത്യക്ക് നഷ്ടമായതോ? മോദിയുടെ ഹെലികോപ്റ്ററിൽ കടത്തിയ നിഗൂഢതയുടെ പെട്ടികളിൽ എന്ത്? കോൺഗ്രസ് നേതാവ് ശ്രീ ഡോക്ടർ GV ഹരി, CPIM പ്രതിനിധിയായി SK സജീഷ്, BJP പ്രതിനിധിയായി പുരുഷോത്തമൻ, ഒപ്പം മാധ്യമ നിരീക്ഷകനായി റജി ലൂക്കോസ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കാളികളാവുക. തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം ശ്രീ BJP നേതാവ് ശ്രീ പുരുഷോത്തമനിലേക്ക്. ശ്രീ പുരുഷോത്തമൻ, ഈ റഫേൽ കരാറുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ എത്തുകയാണ്. 126, 36 ഫ്ലൈറ്റുകൾ കുറയുന്നു, വില ഇരട്ടിയിലധികം, 3 ഇരട്ടിയിലധികമാകുന്നു, ഇത്യാദി വിമർശനങ്ങൾ എത്തുന്നു. HAL ഒഴിവാക്കി, പൊതുമേഖലാ സ്ഥാപനത്തെ ഒഴിവാക്കി, റിലയൻസിനെ പോലെ ഒരു കമ്പനിക്ക്, വെറും ദിവസങ്ങൾ മാത്രമുള്ള കമ്പനിക്ക് നൽകുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ സജീവമായി നിൽക്കുമ്പോൾ കോടതി പോലും ഈ കാര്യങ്ങൾ, മാധ്യമങ്ങൾ പുറത്തുവിട്ട തെളിവുകൾ അടക്കം പുനഃപരിശോധനയിലേക്ക്, വിധി പുനഃപരിശോധിക്കുന്ന വാദങ്ങളിലേക്ക് നീങ്ങിയ ഒരു വേളയിലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഫ്രാൻസിലെ ലെമോണ്ടെ എന്ന പത്രം പുറത്തുവിട്ട തെളിവുകൾ വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യുകയാണ്. അനിൽ അംബാനിക്ക് നൽകേണ്ടിയിരുന്ന 151 മില്യൺ യൂറോയുടെ നികുതി ഇളവ് അനിൽ അംബാനിക്ക് നൽകുന്നു, അതും റഫേലിലെ കരാറിന് ശേഷം. അതായത് 2015 ഏപ്രിൽ നരേന്ദ്രമോദി ഫ്രാൻസിൽ, പാരീസിൽ എത്തിയതിന് ശേഷം ആണ് ഈ ഇളവ് അംബാനിക്ക് ലഭിക്കുന്നത്. ഇത് കൂടിയാലോചിച്ച് കൂട്ടി അന്വേഷിക്കണമെന്ന ആവശ്യം ഫ്രാൻസിലും ശക്തമായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ BJPയുടെ പ്രതിരോധം എന്തോ? അജിംഷാദ്, ഇത് ഒരു പഴയ വാർത്തയാണ്. അത് ഈ ഇലക്ഷൻ അടുത്ത് ഒരു ഫേസ് കഴിഞ്ഞു, അടുത്ത ഇലക്ഷൻ വരുന്നു. ഇത് അവസാനം ഇലക്ഷൻ തീരുന്നിടം വരെ ഇതിങ്ങനെ ലൈവായിട്ട് നിർത്താൻ എല്ലാവരും പണിപ്പെടുന്നുണ്ട്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് മോദിക്കെതിരെയും BJPക്കെതിരെയും മീഡിയയും, ഒരു സെക്ഷൻ, ഒരു മീഡിയയും തൊടുത്തുവിടുന്ന ആരോപണങ്ങളും, കോൺഗ്രസ് പ്രത്യേകിച്ചും. ഇതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് എത്രയോ മുമ്പ് തന്നെ ഈ റഫേൽ കരാർ സംബന്ധിച്ചുള്ള ആരോപണങ്ങളല്ലാതെ ഒരാരോപണം മോദി കഴിഞ്ഞ 5 വർഷമായിട്ട് മോദി സർക്കാരിനെതിരെ ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിനോ മറ്റ് പ്രതിപക്ഷ കക്ഷിനോ സാധിച്ചിട്ടില്ല എന്നൊരു വളരെ വ്യക്തമാണ്. മുങ്ങിച്ചാകാൻ പോകുന്ന അവൻ്റെ കയ്യിൽ കത്തിച്ചുനിപ്പ് കിട്ടിയാലും തൂങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു റഫേൽ എന്നുള്ള സംഗതി കിട്ടിയിട്ടുണ്ട്. അത് ഇലക്ഷൻ തീരുന്നിടം വരെ ഇതിങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. റഫേൽ മാത്രമല്ല, നോട്ട് നിരോധനം അടക്കം ഒരുപാട് അഴിമതികൾ BJP സർക്കാരിനും മോഡിക്കുമെതിരെയുണ്ട്. ശ്രീ പുരുഷോത്തമൻ, ഇത് പ്രതിപക്ഷത്തിന്റെ കച്ചിത്തുരുമ്പോ, ദുർബലമായ വാർത്തയോ, പഴയതോ എന്നൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇതിന്റെ ശക്തിയെ സംബന്ധിച്ച് രാജ്യം ചർച്ച ചെയ്യുകയാണ്. കാരണം റഫേൽ നിസ്സാരമല്ല, ഇതിനേക്കാൾ ചെറുതായിരുന്നു ബൊഫേഴ്സ്. ആ ബൊഫേഴ്സാണ് നിങ്ങൾ എടുത്തിട്ട് അലക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ റഫേൽ എന്ന ഏറ്റവും പുതിയ വലിയ അഴിമതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തേ മതിയാവൂ. ഈ ഫ്രാൻസ് അനിൽ അംബാനിക്ക് നൽകിയ ഈ ഇളവ് റഫേൽ കരാറിന്റെ ഒപ്പിട്ടതിന് ശേഷമാണ് എന്നത് കൂട്ടിവായിക്കപ്പെടുമ്പോൾ ഷെർപ്പ എന്ന അവിടുത്തെ NGO, ഫ്രാൻസിലെ NGO ഇതേ സംബന്ധിച്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ദേശീയ ഫൈനാൻസ് വിഭാഗത്തിന്, ഫ്രാൻസിന്റെ.
ആ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുന്നു. അങ്ങനെയാണ് ഈ വാർത്ത പ്രസക്തി ഉണ്ടാകുന്നത്. അതിന്റെ മെറിറ്റ് ചർച്ച ചെയ്യൂ. ഇത് പഴയ വാർത്തയാണോ, പ്രതിപക്ഷത്തിന്റെ കച്ചിത്തുരുമ്പാണോ എന്നാണ്. ഇവിടെ അനിൽ അംബാനിക്ക് ഫ്രാൻസ് നൽകിയ ഇളവ് റഫേലുമായി ബന്ധപ്പെട്ട് മോദി നടത്തിയ അഴിമതിയുടെ പ്രത്യുപകാരമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതേക്കുറിച്ച് ബി ജെ പിക്ക് പറയാൻ എന്തുണ്ട്? ഈ ഇലക്ഷന്റെ സമയത്ത് എല്ലാം വരും അജിംഷാദെ. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ഇതെല്ലാം ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ വാർത്തകളെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഇതിനെ നമ്മൾ വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ HAL അതുപോലെ തന്നെ അനിൽ അംബാനി HAL മാറ്റി നിർത്തി അനിൽ അംബാനിക്ക് കൊടുത്തു എന്നുള്ള പഴയ വാർത്തയാണ്. അതാണ് ഞാൻ പഴയ വാർത്തയാണെന്ന് പറഞ്ഞത്. ഇത് വീണ്ടും ഇതിൻ്റെ അകത്ത് ഫ്രഞ്ച് കമ്പനി അവിടെ അന്വേഷണ ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുമായിരിക്കും. പക്ഷേ ഈ അവസരത്തിൽ, ഇലക്ഷൻ്റെ ഈ അവസരത്തിൽ ഇത് കൊണ്ടുവരുന്ന നമ്മുടെ ഉദ്ദേശം സദുദ്ദേശമാണോ, ഇലക്ഷനെ സംബന്ധിച്ചുള്ള സ്റ്റണ്ടല്ലേ എന്ന് ഏതൊരു വ്യക്തിക്കും, അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാവും. ഇലക്ഷൻ സമയത്ത് ഇത്രയും കാര്യങ്ങളിപ്പം ഈ പറഞ്ഞു നടക്കുന്നു. ഇയാൾ പങ്കെടുത്തിട്ടുണ്ടാവും, അയാൾക്ക് ഇടപെടൽ കൊടുത്തിട്ടുണ്ട്. അയാൾ ഇന്ത്യയിലൊരു ബിസിനസ്സുകാരനാണ്. ഇന്ത്യയിലൊരു ബിസിനസ് അനിൽ അംബാനി, മുകേഷ് അംബാനി, അഡനി, ഇവരെല്ലാം ബിസിനസ്സുകാരാണ്. ഇവരെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് പോയിട്ടില്ല. ഈവൻ CPM-ഉം പിന്നെ CPI-യും കോൺഗ്രസും എല്ലാ പാർട്ടികളും ഈ ബിസിനസ്സുകാരോട് ഒട്ടി നിൽക്കുന്ന പാർട്ടികൾ തന്നെയാണ്. ഇവരൊന്നും ഇല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ അരാഷ്ട്രീയതയുടെ വേദാന്തം ഒന്നും ഓതേണ്ട സമയമല്ല ഇത്. ഇത് ഇലക്ഷൻ ആയിക്കോട്ടെ, എന്തായിരുന്നാലും ആയിക്കോട്ടെ. അനിൽ അംബാനിയുടെ ഫ്രാൻസിലെ ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് കേബിൾ വർക്കുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് റിലയൻസ് ഫ്ലാഗ് അറ്റ്ലാന്റിക് ഫ്രാൻസ് എന്നത്. ആ കമ്പനിയാണ് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഈ ഇത്തരം കേബിൾ വർക്കുകൾ ടെലികമ്മ്യൂണിക്കേഷന്റെ ആവശ്യത്തിനായി ചെയ്യുന്നത്. അവർക്ക് ആദ്യം 60 മില്യന്റെ കുടിശ്ശിക എത്തുന്നു. അത് 2007-2010 സമയത്താണ്. അതിനുശേഷം 2010-2012 സമയത്ത് 91 മില്യൺ യൂറോയുടെ കുടിശ്ശിക എത്തുന്നു. മൊത്തവും 151 മില്യൺ കുടിശ്ശികയാണ് എത്തുന്നത്. ഈ 151 മില്യൺ ഒറ്റ തീർപ്പാക്കൽ എന്ന ഫ്രാൻസ് അനുവദിക്കപ്പെട്ട സമയങ്ങളിലൂടെ ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് പറയുമ്പോൾ അനിൽ അംബാനി അതിന് തയ്യാറാകാതിരിക്കുന്നു. 2015 മോദി പാരീസിലെത്തി റഫേൽ കരാറിന് HAL-നെ ഒഴിവാക്കി അനിൽ അംബാനിയുടെ 10 ദിവസം മാത്രം പ്രായമായ കമ്പനിക്ക് ഈ കരാർ കൊടുത്തതിന് ശേഷമാണ് 143.7 മില്യൺ, അതായത് 151 മില്യണിൽ 143.7, അതായത് 144 മില്യൺ വേണ്ട എന്ന് ഫ്രാൻസ് വെക്കുകയാണ്. അനിൽ അംബാനി റഫേൽ കരാറുമായി ഒപ്പിട്ടതിന് ശേഷം അനിൽ അംബാനിക്ക് ഫ്രാൻസ് ഈ കുറവ് ചെയ്തു കൊടുത്തത് ഇന്ത്യക്ക് നഷ്ടമായ പണമാണോ? അതാണ് BJP പറയേണ്ടത്. ഒരിക്കലും ആയിരിക്കില്ലല്ലോ. അയാൾ അദ്ദേഹം ഒരു ബിസിനസ്സിൽ ബിഡ് ചെയ്ത് ഇതായിട്ടുണ്ട്, അതിൻ്റെ പങ്കാളിയാണ്, ബിഡറാണ്. അയാൾക്ക് അതിനുള്ള പിന്നെ ഇത് കൊടുത്തിട്ടുണ്ടാവും ഗവൺമെൻറ്, ഫ്രഞ്ച് ഗവൺമെൻറ്. അതും മോദി സർക്കാരിൻ്റെ ഭരണവും മോദി അതിൽ ഇടപെട്ടിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത്. മോദി ഭരിക്കുന്നത് കൊണ്ട് മോദി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സുകാരനെയും ഇപ്പം മോദി വിദേശത്ത് പോകുമ്പോൾ ഒരുപാട് ബിസിനസ്സുകാർ പോരില്ലേ, ബിസിനസ്സുകാർ കൂടെ പോകും. അങ്ങനെ കൂടെ പോട്ടുള്ള ഒരാളാണ് നീരവ് മോഡിയും കൂടെ പോയിട്ടുണ്ട് ഒരു കാലത്ത്. ഇപ്പൊ നീരവ് മോഡി ഫുഗിറ്റീവായിട്ട് വിദേശത്താണ്. അയാൾ 14,000 കോടി കൊണ്ടുപോയെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ ബിസിനസ്സുകാര് അവര് ബിസിനസ് ഡീലുമായിട്ട് വരുമ്പോൾ ഇത് പ്രതിരോധ രഹസ്യമാണ്. സുപ്രീം കോടതിക്ക് പോലും നൽകാൻ നിയോഗിച്ച മോദിയും BJP വൈമുഖ്യം കാണിച്ചതാണ്. കടലും കടലാടിയുമുള്ള ബന്ധമല്ലേ ഉള്ളൂ. ശ്രീ പുരുഷോത്തമൻ, ഇത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട കരാറിൽ പ്രതിരോധ വകുപ്പിനെയോ വിദേശകാര്യ മന്ത്രിയെയോ ഒന്നും അറിയിക്കാതെയാണ് അനിൽ അംബാനിയുമായി പോയത്. അനിൽ അംബാനിയാണ് പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും അവിടുത്തെ ഫ്രാൻസ് അധികൃതരുമായി സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ചത്. ഇത്യാദി വിവരങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും പോകണ്ട, അതൊക്കെ പഴയ കാര്യമാണ്. എനിക്കറിയേണ്ടത് ഇതാണ്. ലെമോണ്ട് ഓഫ് ഫ്രാൻസ് എന്ന ഫ്രാൻസിലെ പത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ തരത്തിൽ വലിയ നഷ്ടം ഫ്രാൻസിനുണ്ടാകുന്ന തരത്തിലേക്ക് കുറവ് ചെയ്തു കൊടുത്തതാണോ, അതോ റഫേലിന്റെ പേരിൽ കിട്ടിയത് അനിൽ അംബാനി വഴി കുറവ് ചെയ്തു കൊടുത്തതാണോ എന്ന്. അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യക്ക് നഷ്ടമായതാണ് ആ പണം. റഫേലിൽ അഴിമതി നടന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവ്
അതേക്കുറിച്ചാണ് BJP പറയേണ്ടത്. ശ്രീ പുരുഷോത്തമൻ. നമ്മളിതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന് പല കാര്യങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. ഇതിന് അനുബന്ധമായിട്ട് കുറേ കാലം മുമ്പ് മോദി ഗുജറാത്തിലെ ഓഫീസിൽ ഒരാൾ പണം കൊണ്ടുപോകുന്നു, അവിടുന്ന് പണം ഡിമോണിറ്റൈസേഷനും പണം മാറ്റിയെടുത്തെന്നും ഒന്ന് ടേപ്പ് കൊണ്ടുവന്നു കോൺഗ്രസ് കപിൽ സിബലും കൂട്ടരും. രണ്ടാമത് ഒരു വിമാനത്തിൽ കള്ളനോട്ട് കൊണ്ടുവന്ന് വിമാനത്തിൽ ഹിൻഡൻ എയർപോർട്ടിൽ കൊണ്ട് അടുക്കി വെച്ചിട്ട് അവിടുന്ന് വിതരണം ചെയ്യുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കെട്ടിച്ച ടേപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനരഹിതമാണോ എന്ന് ഇപ്പോൾ അറിയാം. അവസാനം എന്റെ ചോദ്യം പ്ലാൻ ചെയ്തിട്ട് അവിടെ കമ്പനിയോട് പറഞ്ഞിട്ടുണ്ടാവും. ശ്രീ പുരുഷോത്തമൻ, ഏറ്റവും ഒടുവിൽ കർണാടകയിൽ, ദക്ഷിണ കർണാടകയിൽ മോദിയുടെ ഫ്ലൈറ്റിൽ നിന്ന്, മീൻസ് ഹെലികോപ്റ്ററിൽ നിന്ന് വലിയ 2 പെട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മറ്റൊരു വാഹനത്തിലേക്ക്, സ്വകാര്യ വാഹനത്തിലേക്ക് കടത്തിയ വിവാദമുണ്ട്. അതിലേക്ക് നമുക്ക് ചർച്ചയെ പായിക്കാം. പക്ഷേ അതിനു മുമ്പ് ജൂലി എന്ന ഫ്രാൻസിന്റെ മുൻ പ്രസിഡന്റിന്റെ കാമുകിക്ക് സിനിമ ചെയ്തു കൊടുത്തു റിലയൻസ്, അനിൽ അംബാനിയുടെ കമ്പനി. ഈ അർത്ഥത്തിൽ അഴിമതിയിലേക്ക് പോകുന്ന ഒരു സൂചന അവിടെയുണ്ട്. 2, ഫ്രാൻസിന്റെ ഈ താല്പര്യം ഫ്രഞ്ച് പ്രസിഡന്റാണ് പറഞ്ഞത്. ആദ്യമായി അദ്ദേഹത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് അനിൽ അംബാനിയെ മുമ്പോട്ട് ശുപാർശ ചെയ്തത് ഇന്ത്യയിലെ മോദി സർക്കാരാണ്. HAL ഒഴിവാക്കിക്കൊണ്ട് മോദി സർക്കാരാണ് അനിൽ അംബാനിയെ മുമ്പോട്ട് വെച്ചതെന്ന് മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിവാദം ഏറ്റവും സജീവമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിന്റെ ആരോപണം എന്ന അർത്ഥത്തിലല്ല, ഇത്തരത്തിലൊരു ഇന്റർവ്യൂവിൽ മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ് പുറത്തെത്തിയത്. അതുവഴിയാണ് റഫേലിന്റെ വലിയ അഴിമതിയുടെ കാണാക്കയങ്ങൾ നാം തേടിപ്പോയത്. അതിനുശേഷമാണ് ദ ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ പുറത്തുവിട്ട തെളിവുകളുള്ളത്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഫ്രാൻസ് അനിൽ അംബാനിക്ക് വലിയ തുക ഇളവ് ചെയ്തു കൊടുത്തത്. ഫ്രാൻസ് എന്തായാലും അത്ര വലിയൊരു തുക ഇളവ് ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ഇന്ത്യയിൽ ആ പൈസ ഫ്രാൻസിന് മറ്റൊരു വിധത്തിലൂടെ ലഭിച്ചിട്ടുണ്ടാകണം. 126 വിമാനത്തെക്കാൾ കൂടിയ വില 36 വിമാനത്തിന് നൽകിയപ്പോൾ അത് ഇതുവഴി കിട്ടിയ അഴിമതിപ്പണമാണ്. അതാണ് അവിടെ അനിൽ അംബാനിക്ക് കുറവ് ചെയ്തു കൊടുത്തത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ ആരോപണം. അതേ സംബന്ധിച്ച് യുക്തിഭദ്രമായ ഒരു കാരണം BJPക്ക് നിരത്താനുണ്ടോ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു പുരുഷോത്തമൻ. ഇപ്പൊ ഒരു വാർത്ത, ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് ഡിഫൻസ് മിനിസ്റ്ററുടെ വാർത്ത വന്നിട്ടുണ്ട്. കണക്ഷൻസ് ഡ്രോൺ ബിറ്റ്വീൻ ദ ടാക്സ് ഇഷ്യൂ ആൻഡ് ദ റഫേൽ മാറ്റർ ഈസ് ടോട്ടലി ഇനാക്കുറേറ്റ്. തെറ്റാണ്, അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ പറഞ്ഞതിന് അടിവരയിട്ടുള്ള പുതിയ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വന്നു കഴിഞ്ഞു. ആരുടെ സ്റ്റേറ്റ്മെന്റ്? ഇപ്പൊ അജിംഷാദ് പരിശോധിച്ച് നോക്കിയാൽ അറിയാനോ ആരുടെ സ്റ്റേറ്റ്മെന്റ്? യാതൊരു ഡിഫൻസ് മിനിസ്ട്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. ഡിഫൻസ് മിനിസ്ട്രിയുടെ അതുമായിട്ട് യാതൊരു ടാക്സ് ഇവേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡിഫൻസ് മിനിസ്ട്രിയിലെ പല വിയോജന കുറിപ്പിന്റെയും തെളിവുകൾ പുറത്തെത്തിയപ്പോൾ അത് മോഷണ രേഖയാണ് വേണുഗോപാലിന് കോടതിയിൽ പറയേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഡിഫൻസ് മിനിസ്ട്രിയുടെ സ്റ്റേറ്റ്മെന്റിനെ ആധികാരികമായി എടുക്കേണ്ടത്. എന്താണ് പുരുഷോത്തമൻ? ചക്കെന്ന് ചോദിക്കുമ്പോൾ ചുക്കിനെ കുറിച്ച് പറയുന്നു. ശ്രീ പുരുഷോത്തമൻ, ദയവായി തുടരൂ. താങ്കൾക്ക് രാഷ്ട്രീയ പരിമിതി ഉണ്ടാകാം, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ. പക്ഷേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോടെങ്കിലും പുരുഷോത്തമൻ മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ ഡോക്ടർ GV ഹരി, അതായത് റഫേലിൽ ഒരു ബിസിനസ്സുകാരനായി, ഇതാണ് പുരുഷോത്തമൻ മുമ്പോട്ട് വെച്ച വാദം. ഇതാണ് റഫേലിൽ ഉള്ള അഴിമതിയുടെ പണമാണ് അനിൽ അംബാനിക്ക് ഫ്രാൻസ് കുറച്ചു കൊടുത്തതെന്ന് എങ്ങനെ പറയാനാകും? ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അനിൽ അംബാനി അവിടുത്തെ വലിയ ഡീൽ നടത്തുന്ന ആളാണ്. അയാൾക്ക് അവരുടേതായ രീതിയിൽ കുറവ് ചെയ്തു കൊടുത്തതിനെ റാഫേലുമായി കണക്ട് ചെയ്യേണ്ടതുണ്ടോ? അതുവഴി ഇലക്ഷൻ സമയത്ത് മോദിയെ ചുരുക്കിക്കാണേണ്ടതുണ്ടോ? എന്ത് തെളിവാണ് ഈ വശത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനാകുന്നത്? ഇത്യാദി ചോദ്യമാണ് BJP പുരുഷോത്തമൻ മുമ്പോട്ട് വെച്ചത്. എനിക്ക് BJPയുടെ സുഹൃത്ത് ശ്രീ പുരുഷോത്തമനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. 550 കോടി രൂപ എറിക്സന് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ജയിലിൽ പോകാൻ പോയ അനിൽ അംബാനിയെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ആ പണമടച്ച് ജയിലിൽ പോകാതിരിക്കാൻ സഹായിച്ചു.
അങ്ങനെയുള്ള അനിൽ അംബാനിയുടെ റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് 30,000 കോടി രൂപയുടെ കരാർ കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ള റിലയൻസ് ഡിഫൻസിന്റെ CEO അനിൽ അംബാനി എങ്ങനെയാണ് ഈ കരാർ എക്സിക്യൂട്ട് ചെയ്തത് ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഉത്തരം കേട്ടതിന് ശേഷം ബാക്കി സംസാരിക്കും. ശ്രീ പുരുഷോത്തമൻ മറുപടി ഉണ്ടെങ്കിൽ. എറിക്സന് കൊടുക്കാനുള്ള പൈസ വെറും 880 കോടി രൂപ, 750 കോടി രൂപ എറിക്സന് കൊടുക്കാനുണ്ടായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ ഇടപെട്ടത് കടം വീട്ടിയെന്ന് പറയുന്നു. ആ പൈസ പോലും കൊടുക്കാനില്ലാതിരുന്ന അനിൽ അംബാനി അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ വന്നു. അപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണം 30,000 കോടി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അനിൽ അംബാനിയുടെ പോക്കറ്റിലോട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. ഈ പൈസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അദ്ദേഹം ആ പൈസ കൊടുത്ത് കടം വീട്ടുകയായിരുന്നു. അപ്പൊ പൈസ ഇല്ല എന്നുള്ള വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. ജയിലിൽ പോകേണ്ട ഘട്ടത്തിലെത്തി. ആ സമയത്ത് ജ്യേഷ്ഠൻ വന്ന് ആ പൈസ കടം വീട്ടി. അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായില്ലേ ഇത്? ഞാനിനി പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ കേട്ടു, സമാധാനമായി. എന്തായാലും ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അജിംഷാദ്, ഈ രാജ്യം കഴിഞ്ഞ 70 വർഷം കാണാത്ത തരത്തിലുള്ള പിടിക്കപ്പെടാതെ എങ്ങനെ അഴിമതി നടത്താം എന്ന് ഗവേഷണം നടത്തി ഓരോ ദിവസവും അവർ നടത്തിയ അഴിമതികൾ ദിവസം തോറും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പുരുഷോത്തമൻ ചേട്ടന്റെ അറിവിലേക്ക് ഒരു കാര്യം പറയട്ടെ. www.corruptmodi.com എന്നൊരു സൈറ്റ് ഉണ്ട്. അങ്ങ് അതിനകത്തൊന്ന് കയറി നോക്കണം. എ മുതൽ ഇസഡ് വരെ ഈ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള അഴിമതികളെ കുറിച്ച് എ എന്ന അക്ഷരത്തിൽ തുടങ്ങി ഇസഡ് വരെയുള്ള നമ്മുടെ ആ അക്ഷരങ്ങളിൽ എത്തുന്ന തരത്തിലുള്ള അഴിമതികൾ വളരെ വിശദമായി ഈ രാജ്യത്ത്, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഒരു പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള അഴിമതികളെ കുറിച്ച് A to Z കറപ്ഷനെ കുറിച്ച് പറയുന്ന ഒരു വെബ്സൈറ്റ് അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം. അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം റഫേൽ ആയതുകൊണ്ട് ഞാനിവിടെ പറയാൻ 2-3 കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് പുരുഷോത്തമ ചേട്ടന്റെ അറിവിലേക്ക് കൂടി പറയാണ്. സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് ഞാൻ പറയുന്ന ഒരു പരാമർശമുണ്ടായി. അങ്ങക്ക് അത് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. 2018 ഉണ്ടായിട്ടുള്ള പരാമർശത്തെ ഒരു തിരുത്തു വരുത്തിക്കൊണ്ട് സുപ്രീം കോടതി നിർണായകമായി 3-4 കാര്യങ്ങളിലാണ് ഒരു തിരുത്തൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് സൈനികർക്ക് ആവശ്യമായിട്ടുള്ള ഏത് സാധനം വേണമെങ്കിലും അത് നടത്തുന്നത് 3 പ്രധാനപ്പെട്ട സംവിധാനങ്ങളിലൂടെയാണ്. അതൊന്ന് ഡിഫൻസ് മിനിസ്ട്രി, രണ്ടാമത്തത് ലോ മിനിസ്ട്രി, മൂന്നാമത്തത് അതിനൊരു ഇന്ത്യൻ നെഗോസിയേഷൻ ടീം ഉണ്ടാവും. ഈ 3 സംവിധാനങ്ങളല്ലാതെ മറ്റാരും ഇതിനകത്ത് ഇടപെടാൻ പാടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പോലും ഇടപെടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ആ ഇന്ത്യൻ നെഗോസിയേഷൻ ടീം 2-3 കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടു. അതിലൊന്ന്, ഒരു പാരലൽ ഒരു നെഗോസിയേഷൻ ഫ്രഞ്ച് സർക്കാരുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തിയിരിക്കുന്നു. ഇത് സുപ്രീം കോടതി മുമ്പിൽ മറച്ചു വയ്ക്കപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അജിംഷാ, ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നെഗോസിയേഷൻ ടീമിന് അറിയാവുന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ പറയുന്ന ദാവോസ് ഏവിയേഷൻ എന്ന് പറയുന്ന മിറാഷ് 2000 എന്ന നമ്മുടെ പഴയ വിമാനം ഉണ്ടാക്കിയ അതേ കമ്പനിക്ക് നമുക്ക് ഒരു റഫേൽ വിമാനം 36, അതായത് 2 സ്ക്വാഡ്രൺ, 16 + 16, ആ 18 എന്ന് പറയുന്ന കണക്ക്, ആ 36 വിമാനം 18 ഒരു സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് 18. അങ്ങനെ 2 സ്ക്വാഡ്രൺ വിമാനം നമുക്ക് തരണമെങ്കിൽ പോലും നിലവിൽ 82 വിമാനങ്ങളുടെ നേരത്തെയുള്ള ഓർഡറെ മറികടന്ന് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് 10 വർഷത്തിന് ശേഷം മാത്രമേ ഈ കരാറിൽ ഏർപ്പെട്ടാൽ പോലും ഈ വിമാനം നമുക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതൊക്കെ രേഖകളാണ്. ഇതാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ പുരുഷോത്തമൻ ചേട്ടന്റെ അറിവിലേക്കായി മറ്റൊരു വിവരം കൂടി, സുപ്രധാനമായ ഒരു വിവരം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി നിങ്ങൾ കൊടുത്ത സത്യവാങ്മൂലം അംഗീകരിച്ചെന്നറിയാമോ? നിങ്ങൾ കൊടുത്ത സത്യവാങ്മൂലത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു CAG റിപ്പോർട്ട് ഈ പറയുന്ന കരാറിൽ ഏർപ്പെടുമ്പോൾ UPA സർക്കാരിന്റെ കാലഘട്ടത്തെക്കാൾ അത് ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള കരാറാണെന്നൊരു റിപ്പോർട്ടുണ്ട്. എന്റെ പുരുഷോത്തമൻ ചേട്ടാ, അങ്ങനെ ഒരു റിപ്പോർട്ട് CAG തയ്യാറാക്കിയിട്ടില്ല രാജ്യത്ത്. നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയെ പോലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? അങ്ങനെ സുപ്രീം കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടു, അത് തിരുത്താൻ സുപ്രീം കോടതി തയ്യാറായി. അതുകൊണ്ടാണ് ഈ മോഷ്ടിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞ മാധ്യമങ്ങൾ വളരെയധികം ശക്തമായ നിലപാടെടുത്തുകൊണ്ട് വളരെ റിസ്ക് എടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന ആ രേഖ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത്. തീർന്നില്ല.
ഇനി ഒരു കാര്യം കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് പുരുഷോത്തമൻ ചേട്ടാ, അങ്ങയുടെ ആപ്പീസ്, ഞങ്ങൾ 55 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. ഇപ്പോഴും ഞങ്ങളുടെ ആപ്പീസ് പ്രവർത്തിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. താങ്കളുടെ നേതാവ് അമിത്ഷാ പറഞ്ഞല്ലോ, 1,70,000 സ്ക്വയർ ഫീറ്റ് 7 നിലയുള്ള അത്യാധുനിക സംവിധാനമുള്ള 1350 കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കിയ താങ്കളുടെ BJPയുടെ ഡൽഹിയിലെ ആപ്പീസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? ആ രഹസ്യം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അതാണ് അജിംഷാദെ ഞാൻ പറയുന്നത്. രാജ്യത്തിന്റെ പണം മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത് അവരിൽ നിന്ന് സംഭാവന വാങ്ങിക്കുന്നു. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇലക്ടറൽ റോൾ അജിംഷാദിന് അറിയാമായിരിക്കും. ഇലക്ടറൽ റോളിന്റെ കണക്കിന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഈ ഇലക്ടറൽ റോൾ? അതായത് ആളാരെന്നറിയാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ടറൽ റോൾ 2018 ഇവർ കൊണ്ടുവന്നു. ആ കണക്കുകൂടെ പുരുഷോത്തമൻ ചേട്ടന്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, അങ്ങ് അറിഞ്ഞു വെച്ചിരിക്കണം. അതായത് നിലവിൽ SBIയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന 520 ബോണ്ടുകളുണ്ട്. 520 ബോണ്ടുകൾ ആളുകൾ ആരെന്ന് പോലും അറിഞ്ഞൂടാ. സുപ്രീം കോടതി കണക്ക് ചോദിച്ചിരിക്കുക ആരാണെന്ന്. 520 ബോണ്ട് രാജ്യത്തെ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? 520 ബോണ്ടുകൾ. ആ 520 ബോണ്ടുകളിൽ 511 കൊടുത്തത് BJPക്കാണ്. ഇതാണ് 90%. 95%. അതായത് ഈ ഫ്രാൻസിൽ നടത്തിയ ഈ വലിയ ക്രമക്കേട് പുറത്തെത്തുന്നത് ഇന്ത്യൻ പണത്തിലേക്കാണ്. എന്തായാലും ഫ്രാൻസ് വീഴ്ച വരുത്തുക, അവരുടെ നികുതി പണം കുറച്ച് അനിൽ അംബാനി എന്ന ഇന്ത്യക്കാരന് കുറച്ച് നൽകില്ല. അത് വേറൊരു വഴിയിൽ കൂടി ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ടാകണം, അതിന്റെ ഇരട്ടി. അത് റഫേൽ ഡീലിന് ശേഷമാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇതുവഴി അനിൽ അംബാനിക്ക് വേണ്ടി രാജ്യത്തെ ക്രമവിരുദ്ധമായി സഞ്ചരിപ്പിച്ചു മോദി എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ നേതാവ് യെച്ചൂരി ഇതേ സംബന്ധിച്ച് പ്രതികരിച്ചത് ഈ വാർത്തയോട്. ശ്രീ സജേഷ്. തീർച്ചയായും റിലയൻസിൻ്റെ ഫ്രാൻസിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായിട്ടുള്ള അറ്റ്ലാന്റിക് ഫ്ലാഗ് എന്ന കമ്പനി നേരത്തെ തന്നെ അവർക്ക് 60 മില്യൺ യൂറോയുടെ ബാധ്യത ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഫ്രാൻസ് അതിന് അംഗീകാരം നൽകിയില്ല. 7.6 മില്യൺ യൂറോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അംഗീകാരം നൽകിയില്ല. പിന്നെ 2010-12 ആകുമ്പോഴേക്ക് അഡീഷണലായി ഒരു 91 മില്യൺ ഡോളർ കൂടി വരുന്ന സാഹചര്യം, യൂറോ കൂടി വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പിന്നീട് ഇത് എപ്പോഴാണ് മാറുന്നതെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. 2015 ഒക്ടോബറിലാണ് മാറുന്നത്. എപ്പോഴാണ് മോദി ഫ്രാൻസ് സന്ദർശിക്കുന്നത്? 2015 ഏപ്രിൽ 10-നാണ്. അതിനുശേഷമാണ് മോദി സംസാരിച്ചിട്ടാണ് ഇത് ഒഴിവാക്കി കൊടുക്കുന്നത്. പിന്നെ അത് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്ന ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 143 മില്യൺ യൂറോ ഒഴിവാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1200 കോടി രൂപ ഒഴിവാക്കി കൊടുക്കുന്നു. 1200 കോടി രൂപ റിലയൻസിന് ഫ്രാൻസ് ഒഴിവാക്കി കൊടുക്കുന്നു. പല രീതിയിൽ ആദ്യം ബന്ധപ്പെട്ടിട്ടും പറഞ്ഞിട്ടും ഒഴിവാക്കി കൊടുക്കാത്തത് മോദി എത്തിയതിന് ശേഷമാണ് ഒഴിവാക്കി കൊടുക്കുന്നത്. നമുക്ക് വ്യക്തമായി നമ്മൾ വലിയ ചർച്ചയിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. ഏതാണ്ട് 525 കോടി രൂപ വിലയുള്ള റഫേൽ വിമാനം 1600-1700 കോടി രൂപയ്ക്ക് വാങ്ങുന്നു. അങ്ങനെ വാങ്ങുമ്പോൾ ആ അധികം തുക എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യമുണ്ട്. ആ അധികം തുകയാണ് ഇവിടെ അഴിമതിയായി മാറുന്നത്, റിലയൻസിനെ സഹായിക്കുകയാണ്. നേരത്തെ ഇവിടെ വിശദമായി സംസാരിച്ചുകൊണ്ട് ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തിൻ്റെ പണം മുഴുവൻ റിലയൻസിന് കൊടുക്കുന്ന സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തടിസ്ഥാനത്തിലാണ് റിലയൻസ് ഈ കരാറിനകത്തേക്ക് കടന്നു വരുന്നത്? ഇവർക്ക് എന്ത് അനുഭവമാണുള്ളത്? യുദ്ധവിമാനം നിർമ്മിച്ച് എന്ത് പരിചയമാണുള്ളത്? ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായ HAL-യുമായി കരാറുണ്ടാക്കി 90% കാര്യങ്ങൾ നീങ്ങിയ ശേഷമാണല്ലോ നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം ഈ രാജ്യത്തെ സകല സംവിധാനത്തെയും മറികടന്നുകൊണ്ടല്ലേ പോയത്. അന്നത്തെ പ്രതിരോധ മന്ത്രിയെ പോലും മറികടന്നുകൊണ്ടാണ് പോയത്. മന്ത്രാലയത്തെ പോലും മറികടന്നുകൊണ്ടാണ് പോയത്. അന്നത്തെ പ്രതിരോധ മന്ത്രി മനോജ് പരീക്കർ പറഞ്ഞത് 715 കോടി രൂപയ്ക്ക് റാഫേൽ വിമാനം വാങ്ങുമെന്നാണ്. ആ വിമാനത്തിനാണ് 1600 ചില്ലാനം കോടി രൂപയായി മാറുന്നത്. അതായത് മോദി മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് പോലും അറിയില്ലായിരുന്നു. മന്ത്രിക്കറിയില്ല, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പുകൾക്കറിയില്ല, ആരും അറിയാതെ, ഡിഫൻസ് മിനിസ്ട്രിക്ക് അറിയില്ല, ആരും അറിയാതെ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്ത് റിലയൻസിന് വേണ്ടിയായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ റിലയൻസിന് ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ ചെറിയ ഉദാഹരണം ഇന്ത്യയിലെ ബജറ്റ് അവതരിപ്പിക്കുന്നവരും നമ്മൾ കണ്ടു. അതായത് റിലയൻസിന് വേണ്ടി
ഈ രാജ്യത്തെ ശ്രേഷ്ഠ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകാൻ 1000 കോടി നീക്കിവെച്ചു. കൊടുത്തത് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിലില്ല, ഏതെങ്കിലും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നില്ല, സ്ഥലം പോലും റിലയൻസ് അതിനുവേണ്ടി വാങ്ങിയിട്ടുമില്ല. അവർക്കാണ് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി 1000 കോടി രൂപ ബജറ്റിൽ അനുവദിക്കുന്നത്. അങ്ങനെ ഒരു വശത്ത് ബജറ്റിലൂടെ പണം അനുവദിക്കുന്നു, ഇവിടെ സകലമാന രീതിയിലും റിലയൻസ് ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കുന്നു. തീർച്ചയായും അതുപോലെ തന്നെയാണ് സ്പഷ്ടമായ കാര്യങ്ങളാണ് ശ്രീ റജി ലൂക്കോസ്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? നേരത്തെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം GV ഹരി സൂചിപ്പിച്ചു, ഇപ്പോൾ സജേഷ് ആ അഴിമതിയുടെ ആഴങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ സൂചിപ്പിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോട്ട് നിരോധനത്തിന് ശേഷം വലിയ അർത്ഥത്തിൽ മറ്റുള്ളവരെ ഒക്കെ വെള്ളം കുടി മുട്ടിച്ച് BJP അനധികൃതമായി പണം നേടി എന്നതിൻ്റെ സൂചനയെ സംബന്ധിച്ചാണ് കപിൽ സിബൽ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടത്. അതിനെയാണ് ശ്രീ പുരുഷോത്തമൻ നേരത്തെ പരിഹസിച്ചത്. ഇങ്ങനെ വലിയ തുക ഇലക്ഷൻ അട്ടിമറിക്കാനായി ഉപയോഗിക്കുന്നു എന്ന ഒരു വാദം നിൽക്കുമ്പോഴാണ് റിലയൻസിന് വേണ്ടി ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു തെളിവ് കൂടി പുറത്തെത്തുന്നത്. പോരാത്തതിന് ഇന്ന് കർണാടകയിൽ VVIP ആയ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് 2 പെട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ ഒരു സ്വകാര്യ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഇതടക്കമുള്ളവ ഇതൊക്കെയായി കൂട്ടി വായിക്കേണ്ടതാണോ റജി ലൂക്കോസ്? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ ഈ രാജ്യത്ത് വെളിപ്പെട്ടിരിക്കുന്ന ഭീകരമായ കൊള്ളയുടെ കണക്ക് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. 3,10,000 കോടി രൂപയുടെ തട്ടിപ്പുകളാണ് കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ ഈ രാജ്യത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 3 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ട് നിരോധനത്തിന് മുൻ അഡ്വാൻസ് ആയിട്ട് തന്നെ അവർ പ്രിന്റ് ചെയ്ത് ഒരു വ്യോമസേന വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ച് 320 കോടി രൂപ തന്നെ ഒരൊറ്റ സ്ഥാപനത്തിന് തന്നെ കൈമാറി ആ നോട്ട് നിരോധനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അവർ മുൻകൂറായിട്ട് തന്നെ പണം മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ കയ്യിലേക്ക് എത്താത്ത രീതിയിൽ 3 ലക്ഷത്തോളം വരുന്ന 3 സീരീസ് നോട്ടുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചെന്നുള്ള ഒരു കണക്ക്. രണ്ടാമത്തെ കണക്കാണ് ഏറ്റവും വിചിത്രം. നേരത്തെ ബഹുമാനപ്പെട്ട പുരുഷോത്തമനോടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വിചിത്രമാണ്. അതായത് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ മറുപടിയാണ് ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു പഴയ കഥയാണെന്ന്. എന്റെ സുഹൃത്തെ, തട്ടിപ്പ് അല്പം പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും തട്ടിപ്പ് അല്ലാതിരിക്കുമോ? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് 520 കോടി രൂപ മാത്രം വിലയുള്ള റഫേൽ വിമാനത്തിന് ഇപ്പോൾ ഇവർ കരാറിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 1576 കോടി രൂപയാണ്. ഇതിലൂടെ കൊള്ളയടിക്കാനായിട്ട് ഈ പറയുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഈ അംബാനിയുടെ കൂടി ഈ രാജ്യത്തെ വഞ്ചിച്ചിരിക്കുന്ന 1,20,000 കോടി രൂപയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഈ വിമാനം ഇപ്പോൾ വാങ്ങിക്കുന്നത് 716 കോടി രൂപയ്ക്കാണ്. അതിൽ ഏറ്റവും അപ്ഡേഷൻ ആയിട്ടുള്ള മോഡൽ. അപ്പോൾ ഈ രാജ്യത്തെ സംബന്ധിച്ചോളം ഇന്ത്യയെ കുട്ടിച്ചോറാക്കിക്കൊണ്ട് അംബാനി പോലെയുള്ള വമ്പൻ വ്യവസായികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തെ 132 കോടി ജനങ്ങളെ വഞ്ചിച്ച കഥയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദക്ഷിണ കന്നഡയിൽ അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിൽ നിന്നും 2 വലിയ ബോക്സുകൾ ഒരു സ്വകാര്യ കാറിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്തിനാണ് ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും സുരക്ഷാപരമായ രീതിയിലുള്ള അന്തരീക്ഷമുള്ള ഒരു പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ നിന്നും ദുരൂഹമായ 2 പെട്ടികൾ മാറിയിരിക്കുന്നു? ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പണമോ അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്രിമം നടത്തിയിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണെന്നുള്ള സംശയങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യ മാധ്യമങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിലൊക്കെ ഈ രാജ്യം നാണം കെട്ടിരിക്കുന്ന ഒരു ആരോപണമുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഫ്രാൻസിൽ ഈ 1520 കോടി രൂപയുടെ നികുതി ആനുകൂല്യം അംബാനിക്ക് കൊടുത്തതിൽ ഫ്രാൻസിലെ ചില ഉദ്യോഗസ്ഥരും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അട്ടിമറിയാണ് നടത്തിയിരിക്കുന്ന വാർത്തകൾ ഫ്രാൻസിൽ ഒരു പത്രം പുറത്തുവിടുകയും അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടൊരു NGO ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അന്തർദേശീയ തലങ്ങളിൽ പോലും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രീകോവിലെന്ന് അവകാശപ്പെടുന്ന ലോകത്തെ ജനാധിപത്യത്തിന്റെ അത്ഭുതങ്ങളിലൊന്നായ ഈ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ ഇന്ത്യ എന്ന് തലകുറിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് ഏറ്റവും മോഡേണായ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനായ റഫേലിന്റെ വിമാനങ്ങൾ പോലും ഖത്തർ ഏറ്റവും ഒടുവിൽ വാങ്ങിയിരിക്കുന്നത് ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് എന്നതാണ് അദ്ദേഹം അടിവരയിട്ടത്. അതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. ഇനി പ്രധാനമായും നാം ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെ പണത്തിന്റെ വലിയ അനധികൃത ശേഖരം
BJP ഇലക്ഷൻ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികൾ സജീവമാക്കുകയും ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് കർണാടകയിൽ അതീവ സുരക്ഷയുള്ള, ഒരു പരുന്തിനെ പോലും പറപ്പിക്കാൻ അനുവദിക്കാത്ത സുരക്ഷയുള്ള മോദിയുടെ വാഹനത്തിൽ നിന്ന്, മോദിയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് 2 വലിയ പെട്ടികൾ കടത്തുന്ന ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കൂ. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഇപ്പോൾ പോകേണ്ടതുണ്ട്. അങ്ങനെ 2 വലിയ പെട്ടികൾ ഒരു സ്വകാര്യ ഇന്നോവ കാറിലേക്ക് മാറ്റുകയാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ. തീർച്ചയായും ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ AICCയുടെ നിരീക്ഷകനായി കർണാടകയിലുള്ള ശ്രീ അനിൽ ബോസ് നമ്മോടൊപ്പം ഈ വിവരങ്ങൾ പങ്കുവെക്കാനായി ചേരുകയാണ്. ശ്രീ അനിൽ ബോസ്, ഏറ്റവും ഒടുവിൽ പുറത്തെത്തുന്ന വലിയൊരു വിവാദമായിരിക്കുകയാണ് കർണാടകയിൽ. കാരണം താങ്കൾ കൂടി ചാർജുള്ള കർണാടകയിൽ മോദി എത്തിയ ഹെലികോപ്റ്ററിൽ നിന്ന് 2 വലിയ പെട്ടികൾ പുറത്തേക്ക് പോകുന്നത്. എന്തൊക്കെ ആരോപണങ്ങളാണ് അവിടെ ഉയരുന്നത്? ഇത് കർണാടകയിലും ഉത്തരേന്ത്യയിലും ഒക്കെ സജീവമായ രാഷ്ട്രീയ ചർച്ചയായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്നാണ്. എങ്ങനെയാണ് അവിടം? എന്താണ് ഇതേക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾ? വിപുലമായ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. കർണാടകയിൽ പ്രചരണത്തിന് എത്തിയ മോഡിയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു പെട്ടി മോഡി ഇറങ്ങിയ ഉടൻ, അതാണ് ഏറ്റവും ശ്രദ്ധേയം, ഒരു വമ്പൻ പെട്ടി 2-3 പേര് തൂക്കിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ ഈ അകമ്പടി വാഹനത്തോടൊപ്പം ഇല്ലാത്ത ഒരു ഇന്നോവയിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെട്ട വണ്ടി ആയിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും സാധനമാണെന്ന് പറയാം. കാരണം ആ കൂട്ടത്തിൽ പെടാത്തൊരു ഇന്നോവ സെക്യൂരിറ്റി സംവിധാനങ്ങൾ വളരെ സുരക്ഷിതമെന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരികയും അതിൽ ഈ പെട്ടി തൂക്കിക്കൊണ്ടു പോവുകയും കയറ്റുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത്. വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിലാണെങ്കിലും ഇവിടെ ഞാൻ കർണാടകയിൽ വന്നിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പ്രദേശത്താണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ അടക്കം പരിശോധിക്കുകയാണ് ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ. അവരെല്ലാം പരിശോധിക്കുകയാണ്. നമ്മുടെ പെട്ടി പരിശോധിക്കുന്നു, ഡിക്കി പരിശോധിക്കുന്നു, നമ്മളുടെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ആരാണ് ഏതാണ് വണ്ടി നമ്പർ സഹിതം കുറിച്ചെടുക്കുന്നു, യാത്രക്കാരുടെ നമ്പർ സഹിതം കുറിച്ചെടുക്കുന്നുണ്ട്. അത് ഈ കർണാടകയിലും ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മുടെ യാത്രക്കിടയിൽ രാത്രി വരുമ്പോഴൊക്കെയും പകല് തന്നെയും വണ്ടി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇതെല്ലാം നിൽക്കെ പ്രധാനമന്ത്രിയെ പോലൊരാൾ വന്നിറങ്ങുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള സ്ഥലത്ത് അവിടെ നിന്നും ആ ഹെലികോപ്റ്ററിൽ നിന്നും ഒരു പെട്ടിയും എടുത്തുകൊണ്ട് പോയി മറ്റൊരു വാഹനത്തിൽ, ആ പ്രധാനമന്ത്രിയുടെ അകമ്പടി വ്യൂഹത്തിൽ ഇല്ലാത്ത വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കർണാടക PCC എന്താണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? കർണാടക PCC എന്താണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനിൽ ബോസ്? അല്ല, ഇതിന്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിശക്തമായ നടപടി സ്വീകരിക്കണം. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സൈനികർ കോട്ട് ചോദിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ മഹാരാഷ്ട്രയിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ്. തെരഞ്ഞെടുപ്പ് മുഴുവൻ സിസ്റ്റവും അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കർണാടകയിൽ നടന്നിട്ടുള്ളത്. ശരി അനിൽ ബോസ്, വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, വളരെ നന്ദി. ശ്രീ BJP നേതാവ് ശ്രീ പുരുഷോത്തമൻ, അതായത് പ്രധാനമന്ത്രിയുടെ വാഹനം ഇങ്ങനെ സാധന സാമഗ്രികളും ജംഗമ വസ്തുക്കളും ഒക്കെ കടത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതി ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ല. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പണ്ട് സഞ്ജയ് ഗാന്ധിയുടെ ഫ്ലൈറ്റ് തകർന്നു വീണപ്പോൾ അവിടെ നിന്നൊരു പെട്ടി എടുക്കാനാണ് ഉത്സുകത കാട്ടിയത്. അതുപോലെ പല നേതാക്കന്മാരുടെയും വാഹനങ്ങൾ ആക്സിഡന്റിൽപ്പെട്ടപ്പോൾ ഒരു പെട്ടി എടുക്കാനാണ് അവർ ഉത്സുകത കാട്ടിയതെന്നൊക്കെ വലിയ കിംവദന്തികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കൂ, പ്രധാനമന്ത്രിയുടെ വാഹനം ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നു. പ്രചരണത്തിനായി മോദി പോകുന്നതിന്റെ പിറകെ 1-2 പെട്ടികൾ മറ്റൊരു വാഹനത്തിൽ കയറ്റുകയാണ്. പ്രധാനമന്ത്രിക്കൊപ്പമുള്ള എല്ലാ കാര്യങ്ങളും വളരെ പരിശീലനങ്ങൾക്ക് ശേഷം, നിരവധി തവണയുള്ള ട്രയലിന് ശേഷമാണ് രൂപപ്പെടുത്തുന്നത്. ഒരു വാഹനം അധികമോ കുറവോ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഈ പെട്ടി അവിടേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ആർക്കും പരിശോധിക്കാനാകാത്ത വിധം ഉള്ള ഒരു സംവിധാനമാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഫ്ലൈറ്റിലെത്തിയാൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലെത്തിയാൽ ഇങ്ങനെ കടത്താനാകുന്നു എന്നുള്ളത്. അവിടെ മുഖ്യമന്ത്രിയുടെ അടക്കം വാഹനങ്ങൾ പരിശോധിക്കുന്നു. കർണാടകയിൽ ഇങ്ങനെ ഒരു സാഹചര്യം മധ്യപ്രദേശിൽ അങ്ങനെ ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ അടക്കം വാഹനങ്ങൾ പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി ആ ഒരു സാഹചര്യത്തിലാണ് 2 ദുരൂഹ പെട്ടികൾ കടത്തുന്നത്. ആ പെട്ടിക്കുള്ളിൽ എന്താണ് BJPക്ക് പറയാമോ?
നമ്മളെ കർണാടകം ഭരിക്കുന്നത് BJP അല്ല, കുമാരസ്വാമിയാണ് കർണാടക മുഖ്യമന്ത്രി, കോൺഗ്രസ് സപ്പോർട്ടോട് കൂടിയിട്ട്. ഇതിനു മുമ്പ് BJPയുടെ ഗുജറാത്ത് ഓഫീസിൽ ഒരാൾ പണം കെട്ടിക്കൊണ്ടുപോയെന്നും അവൻ ഡിമോണിറ്റൈസേഷന് ശേഷം അയാൾ പണം മാറ്റിക്കൊണ്ടുപോയെന്നും ഒരു ടേപ്പ് കപിൽ സിബൽ വയ്ക്കുണ്ടായി. രണ്ടാമത് 3 ലക്ഷം കോടി രൂപ എവിടുന്നോ അച്ചടിച്ച് കൊണ്ടുവന്ന് ഇന്ത്യൻ എയർപോർട്ടിൽ ഇറക്കുമ്പോൾ രണ്ടാമത്തെ ടേപ്പും ചീറ്റിപ്പോയി. ഇങ്ങനെ ഇപ്പൊ ഈ ടേപ്പ് അതൊന്നും ചീറ്റിപ്പോയിട്ടില്ല, അതൊക്കെ ചീറ്റാൻ പോകുന്നതേ ഉള്ളൂ. അതൊന്നും ചീറ്റിപ്പോയിട്ടില്ല, അതൊക്കെ ശക്തിയായി ചീറ്റാൻ പോകുന്നതേ ഉള്ളൂ ശ്രീ പുരുഷോത്തമൻ. അതല്ല വിഷയം, അതല്ല വിഷയം. അതായത് ഇങ്ങനെ ഇത്രയേറെ ആരോപണങ്ങൾ നോട്ട് നിരോധനത്തിന് ശേഷം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യത്തിൽ മോദിയുടെ ആ പെട്ടിയിൽ, താങ്കൾ ദില്ലിയിൽ പ്രവർത്തിക്കുന്ന ഒരു BJP നേതാവാണ്, മലയാളിയാണെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. താങ്കൾ പറയൂ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു VVIP ആയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ പ്രധാനമന്ത്രിയുടെ, നരേന്ദ്രമോദി എന്നുള്ളതല്ല, പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവിടെ എത്തിയപ്പോൾ അങ്ങനെ ലിസ്റ്റിൽപ്പെടാത്ത 2 പെട്ടികൾ ലിസ്റ്റിൽപ്പെടാത്ത സ്വകാര്യ വാഹനത്തിൽ കടത്തിയെങ്കിൽ ആ പെട്ടിക്കുള്ളിൽ എന്താണ് എന്ന് പറയാൻ BJPക്കാകണം. ആ പെട്ടിക്കുള്ളിൽ എന്താണ്? ഇന്ത്യയിൽ മുഴുവൻ അത് ചർച്ച ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അത് റിവീൽ ചെയ്യൂ പുരുഷോത്തമൻ. അജിൻ ഷാദോ ഞാനോ അവിടെ ഇരിക്കുന്ന റജി ലൂക്കോസ് ആരും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തെത്തി, ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കൂ, ദൃശ്യങ്ങൾ കാണട്ടെ, പെട്ടിക്കൊണ്ട് പോകുന്നു. കാണട്ടെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കുന്നുണ്ടോ? ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഹെലിപാഡിൽ നിന്ന് ഇറങ്ങി ചുവന്ന സർക്കിളിൽ കാണാം. ഹെലിപാഡിൽ നിന്ന് ഇറങ്ങി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കി ഹെലിപാഡിൽ നിന്നാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഹെലിപാഡിൽ നിന്നാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് പ്രധാനമന്ത്രി വന്നതിന് ശേഷം എങ്ങനെയാണ് ഹെലിപാഡിൽ അവിടെ 2 പെട്ടികൾ എത്തുന്നത്? കോൺഗ്രസ് സപ്പോർട്ടോടുകൂടി ഭരിക്കുന്ന കുമാരസ്വാമിയുടെ മുഖ്യമന്ത്രി അല്ല, പ്രധാനമന്ത്രിയുടെ സുരക്ഷ അങ്ങനെയല്ലല്ലോ. മോദി വന്നിറങ്ങിയത് ഹെലികോപ്റ്ററിൽ നിന്ന് പ്രധാനമന്ത്രി അതിൽ പെടുന്ന ആളല്ലല്ലോ. ഇത് കർണാടക സർക്കാരിന് കീഴിൽപ്പെടുന്ന ആളല്ലല്ലോ പ്രധാനമന്ത്രി. എവിടെ ആ പെട്ടിയിൽ എന്താണ്? നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്, വ്യക്തമായിട്ട് പെട്ടിയിൽ എന്താണ്? പെട്ടിയിൽ പോകുന്നു 2-3 പേര്. അവര് ഭരിക്കുന്ന സമയത്ത് അവര് എത്രയാണ് മോദിയുടെ ഹെലികോപ്റ്ററിലെത്തിയ കടത്തുന്ന പെട്ടി എന്താണ്? നാളെ ഇതിനെക്കുറിച്ച് റിപ്ലൈ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ശ്രീ GV ഹരി, ആ അർത്ഥത്തിലാണ്. അതായത് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത്രയെങ്കിലും പുരുഷോത്തമൻ പറഞ്ഞൊപ്പിച്ചു, അല്ലെങ്കിൽ ഇങ്ങനൊരു പെട്ടിയേ ഇല്ലെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു ആ പെട്ടി, കടത്തപ്പെട്ട പെട്ടി, അതിനെക്കുറിച്ച് BJP നാളെ വിശദീകരണം നൽകുമെന്ന്. അതല്ലേ അതിൻ്റെ ഔചിത്യം? നാളെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ഇതേ സംബന്ധിച്ചൊരു കാര്യം വിശദീകരിക്കുമ്പോൾ അതല്ലേ യഥാർത്ഥത്തിൽ എടുക്കാവൂ? ഇപ്പോഴേ അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന നിങ്ങളുടെ രീതി ശരിയാണോ? ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് സമാധാനപരമായി നടക്കണം, നീതിപൂർവമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ രാജ്യത്ത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളൊരു വ്യക്തിയോ എന്നുള്ള വ്യത്യാസമില്ല രജിംഷാദ്. എല്ലാവരും ആ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കണം എന്നുള്ളതാണ്. നമ്മൾ കണ്ടു, പ്രധാനമന്ത്രി തന്നെ രാജ്യത്ത് പ്രസംഗത്തിൽ 3 തവണയാണ് അദ്ദേഹം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥികൾ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ട്. അതോടൊപ്പം പുരുഷോത്തമൻ ചേട്ടന് മനസ്സിലാവാത്തതുകൊണ്ടാണ്, അതായത് ആര് ഭരിക്കുന്നുള്ളതല്ല, Z++ കാറ്റഗറി സുരക്ഷയുള്ള താങ്കളുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ 7 അയൽവക്കത്ത് കയറാനോ ചെല്ലാനോ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്കോ പോലും സാധിക്കില്ല അനുവാദമില്ലാതെ. അങ്ങനെ വരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ആ വാഹന സ്ക്വാഡിൽ, ആ പറയുന്ന ആ കോൺവോയിൽ, അതിനകത്തില്ലാത്തൊരു വാഹനത്തിലാണ് ഇപ്പോൾ പെട്ടി കയറ്റിക്കൊണ്ടുവന്ന അതിവേഗം പോകുന്ന കാഴ്ചയാണ് നമുക്ക് വളരെ വ്യക്തമായി കാണാം. ആ പെട്ടി തൂക്കിക്കൊണ്ട് ഓടുകയാണ്. ഇത് എന്താണെന്ന് പറയാൻ രാജ്യത്തെ BJP
സർക്കാർ തീർച്ചയായും അല്ല, ബാധ്യസ്ഥരാണ്. എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് അതിൽ പണമാണ്, അതിൽ കൃത്രിമം കാട്ടി EVM മെഷീനാണ് എന്ന് വിശദീകരണം വരുന്നതിന് മുമ്പിൽ അത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദികളിൽ ഉപയോഗിക്കുന്ന കോൺഗ്രസ് രീതി ശരിയാണോ? അതാണ് പുരുഷോത്തമൻ ചോദിക്കുന്നത്. അത് ശരിയല്ലേ? ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ ശ്രീ പുരുഷോത്തമൻ പറയുന്നത്? ഞങ്ങൾ ഒന്നും മിണ്ടാൻ പാടില്ലേ? ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഇത് വെക്കാണ്. ഇവിടെ അത് തെരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അതോടൊപ്പം സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിരീക്ഷണമുണ്ട്. എന്താണെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ചുമതല അവർക്കുണ്ട്. ഇവിടെ തന്നെ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് നോട്ടീസ് കൊടുത്തതല്ലാതെ മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഇവിടെ പലപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ജാതിപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചോ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ദൈവങ്ങളെ ഉപയോഗിച്ചോ വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും പലരും അത് മാതൃകാപരമായി പെരുമാറേണ്ട ആളുകൾ അത് ലംഘിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ കൃത്യമായി പറയുകയാണ് അജിം ഷാദെ, ഈ പെട്ടിക്കകത്ത് അവിടെ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കാനുള്ള കോടികൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അവിഹിതമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാളെ ഇത് വരുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കിത് പറഞ്ഞൂടെ? ഇത് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇത് വെളിയിൽ പറയുമോ നിങ്ങളതൊക്കെ ഈ കാര്യങ്ങൾ? അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാതൃകാപരമായി പെരുമാറേണ്ട ആളുകൾ തന്നെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള. നിങ്ങൾക്കറിയാമോ, അതായത് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കുന്നില്ല, മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നില്ല. ഏതിന്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ പറയുന്ന അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പരാമർശത്തിൽ കേരളത്തെ കുറിച്ച് പറഞ്ഞു. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം എവിടെ നിന്നാ ഉണ്ടായെന്നറിയാമോ? നമ്മുടെ ഈ കേരളത്തിൽ നിന്നാണ്. ആ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് ഏറ്റവും മാതൃകയായ സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ? ആ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല, അത് വെറുതെയാണ്, അത് നിങ്ങൾ കാണിക്കുന്നതല്ല, ഇതാണ് അവിടെ കർണാടകത്തിൽ ഞങ്ങളല്ലോ ഭരിക്കുന്നത്, JDS അല്ലേ ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്നതിൽ എന്റെ പുരുഷോത്തമൻ ചേട്ട, ഈ രാജ്യത്ത് കഞ്ഞി കുടിക്കുന്ന ആളുകൾ അല്ലെ അരിയാഹാരം കഴിക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതാ കൃത്യമായിട്ട് കണ്ടില്ലേ? ആ വട്ടത്തിൽ, ചുവന്ന വട്ടത്തിൽ ഒരു വലിയ ബാഗ് തൂക്കിക്കൊണ്ടുപോകുന്നു. അത് മാറിക്കിടക്കുന്ന ആ ഇന്നോവയിലൊക്കെ കയറ്റുന്നു. ആ ഇന്നോവ ചീറിപ്പാഞ്ഞു പോകുന്നു. എങ്ങോട്ട് പോയി? അന്വേഷിക്കണം. ഇത് അന്വേഷിക്കേണ്ടത് അവിടുത്തെ സർക്കാരല്ല അന്വേഷിക്കേണ്ടത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അന്വേഷിക്കേണ്ടത് അതിന് ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രം നിയോഗിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ആളുകളാണ് അന്വേഷിക്കേണ്ടത്. എന്തായിരുന്നു തീർച്ചയായും ശ്രീ SK സജീഷ്, അതായത് ഇന്ന് രാജ്യം ഏറ്റവും ഒടുവിലായി ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ പുറത്തെത്തിയ ആ 2 ബാഗുകൾ. ദുരൂഹതയുള്ളതാണ്, അത് തിരഞ്ഞെടുപ്പ് വേളയിലാണ്. ഒപ്പം BJPയെ കുറിച്ച് നോട്ട് നിരോധനം അടക്കമുള്ളവയെ സംബന്ധിച്ച്, റഫേൽ അഴിമതിയെ സംബന്ധിച്ച് വലിയ അർത്ഥത്തിൽ പണം തെരഞ്ഞെടുപ്പിന് ദുരുപയോഗം ചെയ്യാനായി ഉപയോഗിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനെ പോലും ആ അർത്ഥത്തിൽ പലതവണ മുഖംമൂടിയിലേക്ക് ഇടുകയാണ്. അങ്ങനെ വലിയ പരാതി രാഷ്ട്രപതിക്ക് നിരവധി പേർ അയച്ചു. ഇങ്ങനെ ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് 2 ദുരൂഹ പെട്ടികൾ നീങ്ങിപ്പോകുന്നത്. അതും പ്രധാനമന്ത്രിക്കൊപ്പമല്ല അത് പോയത്, അതൊരു സ്വകാര്യ വാഹനത്തിലാണ്. അത് അന്വേഷിക്കേണ്ടേ? കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ശരിയല്ലേ? അല്ല, നമ്മൾ കാണേണ്ടത് രാജ്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ജനാധിപത്യ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ജനങ്ങളാണ് ഇതിൽ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത്. എനിക്ക് ഈ ചർച്ചയിൽ ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുകയാണ് BJP. ചിലപ്പോൾ ഈ പെട്ടികളിലെ പണമെല്ലാം നാളെ നിങ്ങളുടെ പലരുടെയും കൈകളിലേക്ക് എത്തിയേക്കാം. ആ പണം ഈ രാജ്യത്തെ വിറ്റ പണമാണ് എന്ന ധാരണയുണ്ടാവണം. ഈ രാജ്യത്തെ കൊല്ലാൻ അവർ കെണിവെച്ചു വാങ്ങിയ പണമാണ്. ആ പണത്തിന്റെ ഗുണഭോക്താവാൻ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഒരു മനുഷ്യനും തയ്യാറാവരുത്. വളരെ ദുരൂഹമായിട്ടാണ് കാര്യങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മോദിയുടെ ഈ രാജ്യത്തെ യാത്ര മാത്രമല്ല വിദേശ യാത്രകൾ ഉൾപ്പെടെ ദുരൂഹമാണ്. അതിൻ്റെ ഒരു വശമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. വിദേശയാത്രകളിൽ അദാനിയും അംബാനിയും എല്ലാം കൂട്ടുപോയപ്പോൾ ഇന്ത്യക്കകത്തുള്ള യാത്രകളിലാണ് അദ്ദേഹം സമ്പാദിച്ച പണമോ മറ്റെന്താണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതെല്ലാം തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒളിച്ചു കടത്തുകയാണ്. ഇതൊരു ഭീകരമായ കൊള്ള സങ്കേതം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയല്ലേ. നമ്മുടെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ട്. കള്ളനാണ് എന്നല്ല, ഒരു കൊള്ളക്കാരനാണ്, ഒരു കൊള്ള സങ്കേതം പോലെ മാറുകയാണ്. അവർ പണം ചെലവഴിക്കും, അവർ ആയുധം ചെലവഴിക്കും, അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വർഗീയത ഉപയോഗിക്കും. ഈ രാജ്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. നാം പൊരുതി നേടിയ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഓരോ മനുഷ്യനും കടമയുണ്ട് ഇവരെ
ഇവരുടെ ഈ നയങ്ങളെ, ഇവരുടെ ഈ രാജ്യദ്രോഹപരമായ സമീപനങ്ങളെ തിരുത്തുക എന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും കടമയാണ്. വളരെ ഭീതിയോടുകൂടിയല്ലാതെ ഒരു മനുഷ്യനും ഇപ്പോൾ BJP-യുടെ രീതികളെ കാണാൻ വേണ്ടി പറ്റില്ല. അതൊരു ജനാധിപത്യപരമായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന അതായത് ചോറേ ചൗക്കീദാർ കാവൽക്കാരൻ കള്ളനാണ് എന്നത് കേവലം രാഷ്ട്രീയമായ ഒരു ആരോപണമല്ല എന്ന് തെളിയിക്കുന്ന വസ്തുതകളുടെ സമയത്ത് ഈ എത്തിയ പെട്ടിയെ സംബന്ധിച്ച് ആരാണ് വിശദീകരിക്കേണ്ടത്? ഇത് ജനതയുടെ മുമ്പിൽ ഇതിന്റെ സുതാര്യത വ്യക്തമാക്കാൻ ആദ്യം മുമ്പോട്ട് വരേണ്ടത് ആരാണ്? എന്താണ് ഈ പെട്ടിക്കുള്ളിൽ? അല്ലെ, ഇവിടെ ഒരു സംശയമുള്ളത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കള്ളനാണ് എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചപ്പോൾ ഇന്ത്യൻ ജനത ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കള്ളക്കടത്തുകാരനാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന്? കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വലയത്തിനൊരു നിയമമുണ്ട്, ബ്ലൂ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൺവോയ് ആയിട്ട് മാത്രമേ വാഹനങ്ങൾ പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. അതിന് സംസ്ഥാന സർക്കാരുകളുടെ സുരക്ഷാ വലയം അതിന് പാടില്ല. അത് ഔട്ടർ സുരക്ഷാ വലയങ്ങൾ മാത്രമേ പാടുള്ളൂ. അദ്ദേഹത്തിനോട് ചേർന്നിരിക്കുന്ന സുരക്ഷയുടെ ഉത്തരവാദിത്തങ്ങൾ കേന്ദ്രസേനയും SPG മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു 2 പെട്ടികൾ മാത്രമായിട്ട് അതീവ രഹസ്യമായിട്ട് വേഗത്തിൽ ഒരു ഇന്നോവ കാറിൽ പുറത്തു പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്? ചോദ്യം വളരെ പ്രസക്തമല്ലേ? അതിനുള്ള മറുപടി ഇത്രയുള്ള ജിംഷാദ്, ഇന്ത്യയിലെ ജനങ്ങൾ ഈ കിരാതമായിട്ടുള്ള ഏകാധിപത്യ മനോഭാവമുള്ള ഈ പ്രധാനമന്ത്രിയും ഈ വർഗീയതകളോട് ഈ രാജ്യത്തെ ഭിന്നിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ജനതയുടെ സാമ്പത്തിക ഘടനകളെ മുഴുവൻ തകർത്തടിച്ച 132 കോടി ജനങ്ങളെ തീരാ ദുഃഖത്തിലേക്ക് ആഴ്ത്തിയ ഈ 176 ഇന്ത്യൻ പൗരന്മാരെ കൊലയ്ക്ക് കൊടുത്ത് നോട്ട് നിരോധനമെന്ന കിരാതത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നൊരൊറ്റ കരണീയ മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യോട് ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന റഫേലിന്റെ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങൾ ഓർക്കുക. ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കൊള്ളയിലൂടെ റിലയൻസ് പോലുള്ള കമ്പനികൾ തൂത്തുവാരിയിരിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ 13 ലക്ഷം കോടി രൂപയാണ്. അതിന്റെ വിഹിതങ്ങളായിരിക്കാം ഇന്ന് ജനാധിപത്യത്തെ വിലയ്ക്ക് മേടിക്കാനായിട്ട് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ അർഹതയില്ലാത്തൊരു പ്രധാനമന്ത്രി ആ കസേരയ്ക്ക് യോഗ്യനല്ലാന്ന് തെളിയിച്ചുകൊണ്ട് കള്ളക്കടത്തുകാരനെ പോലെ തന്റെ വാഹനം തീർച്ചയായും ദുരൂഹതയേറുന്ന പ്രവൃത്തി തന്നെയാണ് പണാധിപത്യത്തിലൂടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന വലിയ ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ നിന്ന് 2 ദുരൂഹമായ പെട്ടികളും കടന്നു പോകുന്നു. തീർച്ചയായും അതുകൂടി ചർച്ചയിലേക്ക് എത്തട്ടെ. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.